DYSP എസ് നന്ദകുമാർ വരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നോക്കട്ടെ അതെല്ലാം എല്ലാം അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അന്വേഷിച്ചോട്ടെ. നിങ്ങൾ ആദ്യം എന്നെ വഴിവിടും. കൂടുതൽ അന്വേഷിക്കണം. അന്വേഷണം പുരോഗമിക്കുന്നു. അതിനുള്ള സാവകാശം വേണം എന്നുള്ളതാണ്. അതുമാത്രമാണ് DYSP എസ് നന്ദകുമാർ പ്രതികരിക്കുന്നത്. അദ്ദേഹം മൊഴി എടുത്ത ശേഷം മടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ കണ്ടെത്തൽ കൂടി അടങ്ങുന്ന റിപ്പോർട്ട് ADGPക്ക് കൈമാറും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ വിഷയത്തിൽ വകുപ്പ് തലത്തിലൊരു നടപടിക്കുള്ള സാധ്യതയാണ് തെളിയുന്നത്. എന്തായാലും പോലീസിൻ്റെ നടപടികൾ അത് ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലല്ല എന്നുള്ളത് പ്രാഥമികമായി തന്നെ വ്യക്തമായിരിക്കുകയാണ്. പരാതിക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ശരി. അപ്പോൾ ഏതായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഗുരുതര വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പോലീസിന് തന്നെ കണ്ടെത്തൽ. DYSP ആണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അന്വേഷിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ കണ്ടെത്തട്ടെ എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആ മർദ്ദനത്തിൽ പരിക്കേറ്റ സിതാരയുടെ പ്രതികരണത്തിലേക്ക്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രണ്ടുപേരിൽ ഒരാളാണ് മുണ്ടക്കയം സ്വദേശിനി സിതാര. വീണ് പരിക്കേറ്റിട്ടുണ്ട്. തോളലിന് പൊട്ടലുണ്ട്. അതോടൊപ്പം തന്നെ വലത് കൈയിൽ താഴെ മുറിവേറ്റ പാടുണ്ട്. പോലീസ് വിശദീകരിക്കുന്നതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് സിതാര നേരിട്ട് പറഞ്ഞിട്ടുള്ളത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള ഒരു നടപടിയാണ് ഉണ്ടായത്? ഞങ്ങൾ ആക്ച്വലി ഒരു വെഡ്ഡിങ് റിസപ്ഷൻ കഴിഞ്ഞിട്ട് വരുമായിരുന്നു അടൂരിൽ നിന്ന്. പോലീസ് വണ്ടി പെട്ടെന്ന് വന്ന് നിൽക്കുന്നത്, അതിനകത്ത് നിന്ന് ചാടി ഇറങ്ങി എന്താ ഇവിടെയെന്ന് ചോദിച്ചിട്ട് അടിക്കുകയാണ് ചെയ്തത്. അടിച്ചപ്പോഴത്തേന് നമ്മൾ തിരിച്ച് എന്നെ അന്ന് പോലും ചോദിക്കാനായിട്ടുള്ളൊരു അവസരം തന്നില്ല. എന്നാ സംഭവിച്ചതെന്നും അറിയത്തില്ല. കാരണം അങ്ങനെ വന്ന് അടിക്കാനുള്ളൊരു സാഹചര്യം, അന്തരീക്ഷം അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായില്ല. തിരിച്ച് ചോദിക്കാൻ ഓങ്ങിയപ്പോൾ പോലും ഒന്നുകൂടെ അടിക്കുകയാണ് ചെയ്തത്. അടിച്ച സമയത്ത് ഞാനും ഹസ്ബൻഡും കൂടെ മറിഞ്ഞ് വീണ് കഴിഞ്ഞപ്പോഴും വീണ് കിടന്നപ്പോഴും അടിച്ചു ഹസ്ബൻഡിനോട്ട്. ഹസ്ബൻഡിൻ്റെ തലയ്ക്ക് പൊട്ടലുണ്ട്, അപ്പോൾ എനിക്ക് കൈക്ക് പൊട്ടലുണ്ട്, തോളലിന് പൊട്ടലുണ്ട്. പോലീസ് വിശദീകരിക്കുന്നത് ബാറിന് പുറത്ത് സംഘർഷമുണ്ടായെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലെത്തുകയും ആ സമയത്ത് പോലീസ് വാഹനം കണ്ട് കുറച്ച് പേർ ഓടി, ബാക്കി കൂടി നിന്ന ആളുകളെ പിരിച്ചുവിടാൻ വേണ്ടിയായിരുന്നു പോലീസ് നടപടി എന്നുള്ളതാണ്. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സംഘർഷാവസ്ഥ അവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവണ്ടേ ആ ഒരു കാരണം കൊണ്ടായിരിക്കും അടിച്ചതെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇത് ഒരു പ്രകോപനവും ഇല്ലാതെ അടിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത എന്താണെന്നുള്ളത്.